കശ്മീരിലെ കുൽഗാമിൽ ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ രജൌരിയിൽ സൈനിക ക്യാമ്പിന് നേരെ ആക്രമണം. കുൽഗാമിലുണ്ടായ 2 സൈനികർക്ക് വീരമൃത്യുണ്ടായി. 5 ഹിസ്ബുൾ ഭീകരരെ സൈന്യം വധിച്ചു. കൊല്ലപ്പെട്ടവരിൽ ഹിസ്ബുൾ സീനിയർ കമാൻഡറും ഉൾപ്പെടുന്നു. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. രാകേഷ് ചേരുന്നു. രാകേഷ്, എന്താണ് സാഹചര്യം? രഞ്ജിത്ത്, 24 മണിക്കൂറിനിടെ 3 ഇടങ്ങളിലാണ് ജമ്മു കശ്മീരിൽ ആക്രമണം ഉണ്ടായത്. അതിൽ ഏറ്റുമുട്ടൽ ഇപ്പോൾ നടക്കുന്നത് മോഡർ ഗ്രാമിലാണ്. അതായത് ഈ ആദ്യം ആക്രമണം ഉണ്ടായത് ഇന്നലെ കുൽഗാമിലെ മോഡർ ഗ്രാമിലാണ്. അതിനുശേഷം ഏറ്റുമുട്ടൽ ഉണ്ടായത് ചിനിഗാം ഫ്രിസൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇതിൽ ചിനിഗാം ഫ്രിസൽ എന്ന് പറയുന്ന പ്രദേശത്തെ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ ഉച്ചയ്ക്കാണ് ആദ്യ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് മോഡർ ഗ്രാമിൽ വെച്ച്. അവിടെ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് സുരക്ഷാ സേനയ്ക്ക് വിവരം ലഭിക്കുന്നു. തുടർന്ന് സുരക്ഷാ സേന അവിടെ പരിശോധനയ്ക്കായി എത്തുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഒളിച്ചിരുന്ന ഭീകരർ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തുന്നത്. അവിടെ ആക്രമണത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടു. ഒപ്പം തന്നെ സൈന്യത്തിന് തിരിച്ചടിയിൽ ഒരു ഭീകരനെ അവിടെ വധിക്കാനും കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ പറയുന്ന ചിനിഗാം ഫ്രിസൽ, അതും കുൽഗാമിലെ പ്രദേശം തന്നെയാണ്, അവിടെ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. അവിടെ ഏതായാലും ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് സുരക്ഷാ സേന വ്യക്തമാക്കുന്നത്. അവിടെ ഏറ്റുമുട്ടലിൽ ഒരു സൈനികനെ വീരമൃത്യു വരിച്ചു. ഒപ്പം 4 ഭീകരരെ കൊലപ്പെടുത്താൻ സൈന്യത്തിന് കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ പ്രദേശത്ത് കൂടുതൽ ഭീകരരുണ്ട് എന്നൊരു സംശയം സൈന്യത്തിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ തുടരുന്നു. അവിടെ ഏറ്റുമുട്ടൽ തുടരുന്നു. ഒളിച്ചിരിക്കുന്ന ഭീകരർ വെടിയുതിർക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പേരുണ്ട് എന്നൊരു നിഗമനം തന്നെയാണ് സുരക്ഷാ സേനയ്ക്കുള്ളത്. ഏതായാലും കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങൾ ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. 3ാമത്തെ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് രജൌരിയിലാണ്. ഈ പ്രദേശത്ത് മാറി രജൌരിയിലാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഒരു സൈനിക ക്യാമ്പിന് നേരെയാണ് ഭീകരർ വെടിയുതിർത്തത്. ഇതിൽ സൈനിക കവാടത്തിൽ, ക്യാമ്പിന്റെ കവാടത്തിൽ കാവൽ നിൽക്കുകയായിരുന്ന സൈനികനാണ് പരിക്കേറ്റത്. അവിടെയും സുരക്ഷാ സേന ഈ ഘട്ടത്തിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഏതായാലും കുൽഗാമിൽ 2 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. അതിലൊന്ന് ലാൻസ് നായിക് പ്രദീപ് കുമാർ, മറ്റൊന്ന് പ്രവീൺ ജഞ്ചൽ പ്രഭാകർ. ഈ 2 പേരാണ് ഇപ്പോൾ വീരമൃത്യു വരിച്ചിരിക്കുന്നത്. അവരുടെ ത്യാഗം വെറുതെ ആകില്ല എന്നിപ്പോൾ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത്, രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു വാർത്ത